ശ്രീ അനിൽ വിളയിൽ 14 ദിവസത്തെ കസ്റ്റഡിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഇനി ഏറെ നിർണായകമായ ഒരു ഘട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അന്വേഷണം എങ്ങനെയാകും മുന്നോട്ട് പോകുക എന്നാണ് താങ്കൾ അനുമാനിക്കുന്നത്? കാരണം ഇതിൽ കൃത്യമായ പങ്കാളികളായവർ ആരൊക്കെ എന്നുള്ളതിലേക്ക് കൂടി എത്തിച്ചേരേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഈ കട്ടെടുത്ത സ്വർണം എങ്ങോട്ടാണ് പോയത് എന്നുള്ളതിലും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അന്വേഷണം ഏത് രീതിയിലായിരിക്കും എന്നുള്ള ഒരു പ്രത്യാശയാണ് താങ്കൾ പ്രകടിപ്പിക്കുന്നത് ഈ അവസരത്തിൽ? ഈ കേസിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തത് തന്നെ വളരെ താമസിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമുക്കറിയാം, പൊതുസമൂഹവും എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവരും തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ കേസിലെ പങ്കിനെ പറ്റി അറിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. നാട്ടിലൊരു ചെറിയ സൈക്കിൾ മോഷ്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായാൽ പോലും മോഷ്ടാവിനെ അറിയുന്ന സമയം തന്നെ അറസ്റ്റ് ചെയ്യാൻ താല്പര്യമെടുക്കുന്ന പോലീസ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആവശ്യത്തിലധികം സമയം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. തെളിവ് നശിപ്പിക്കാനും കൂടെ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രതികൾക്ക് അനുകൂലമായിട്ട്, എന്ന് വെച്ചാൽ അവരെ പ്രതിസ്ഥാനത്ത് ചേർക്കാതിരിക്കാനുമുള്ള ട്രെയിനിങ് കഴിഞ്ഞ ഒരു കൊടും കുറ്റവാളിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇനിയുമെങ്കിലും പോലീസ് ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷണം നടത്തണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശാസ്ത്രീയമായ രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷണം നടത്തുകയും ശാസ്ത്രീയമായ രീതിയിൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് സാധാരണ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു വസ്തുത. അതിനുള്ള അവസരം പോലീസ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ സാധാരണ ജനങ്ങൾക്കൊരു ആശങ്കയുണ്ട്. കാരണം ഇതിന്റെ അന്വേഷണം ശാസ്ത്രീയമായ രീതിയിൽ നടക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരിലേക്ക് നീളും. അതിനുശേഷം അക്കാലത്ത് ഭരിച്ചിരുന്ന ദേവസ്വത്തിന്റെ മന്ത്രിമാരിലേക്ക് നീങ്ങും. ചില സാഹചര്യങ്ങളിൽ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ നീളാനുള്ള സാഹചര്യം തള്ളിക്കളയാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഇതൊരു സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു മോഷണമാണ്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആസൂത്രണം. ഇത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു സ്മാർട്ടായിട്ടുള്ള മോഷണമാണ് ഈ നടന്നിരിക്കുന്നത്. അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഹൈദരാബാദ്, ബെല്ലാരി, ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ വൻ പണച്ചാക്കുകളും വ്യവസായികളും ഒക്കെ ഈ കേസിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി ഇയാളുടെ ഭാഗത്തുനിന്ന് പരമാവധി തെളിവുകൾ ശാസ്ത്രീയമായ രീതിയിൽ, കാരണം നുണപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിധേയമാക്കണം. അയാളൊരു കൊടും ക്രിമിനലാണ്, ഒരു പഠിച്ച കള്ളനാണ്. സാധാരണഗതിയിലുള്ള പോലീസ് രീതികൾ കൊണ്ടൊന്നും സത്യം തെളിയില്ല. അതുകൊണ്ട് പോളിഗ്രാഫ് ടെസ്റ്റ്, അതായത് നുണപരിശോധന ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിധേയമാക്കണമെന്നുള്ളതാണ് നമ്മുടെ കേരള സമൂഹത്തിലെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പോലീസ് നിതാന്ത ജാഗ്രത പുലർത്തും. ഹൈക്കോടതി ഇക്കാര്യത്തിൽ നല്ല ഒരു മേൽനോട്ടം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഈ അന്വേഷണം കേരള പോലീസിന് എത്രമാത്രം കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. CBI പോലുള്ള ഏജൻസി ഈ കേസ് അന്വേഷിക്കുക തന്നെ വേണം. അതെ, വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ പ്രതികരിച്ചതിന്.